റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. പ്രായപരിധി പരിശോധന കർശനമാക്കിയതിനെ തുടർന്ന് UK-യിൽ നിന്ന് അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വെളിയിൽ വന്നു. ജൂലൈ 25 മുതലാണ് ഇത്തരം വെബ്സൈറ്റുകൾ സന്ദർശിക്കുമ്പോൾ കർശനമായ പ്രായപരിധി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം നിലവിൽ വന്നത്. കുട്ടികളെ ദോഷകരമായി ബാധിക്കുന്ന സൈറ്റുകളോ ആപ്പുകളോ തടയുന്നതിന് ഓൺലൈൻ സുരക്ഷാ നിയമങ്ങൾ പ്രധാനമായും നടപ്പിലാക്കിയത്. നിയമം നടപ്പിലാക്കിയത് ഫലപ്രദമാകുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പല അശ്ലീല സൈറ്റുകളിലേക്കുള്ള സന്ദർശനങ്ങൾ 50% താഴെ ആയതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. UK-യിലെ പ്രമുഖ പോൺ സൈറ്റുകളിലേക്കുള്ള ദൈനംദിന സന്ദർശനങ്ങളുടെ പ്രായപരിധി ഏർപ്പെടുത്തുന്നതിന് തൊട്ടുമുമ്പുള്ള ജൂലൈ 24-ന് 3.6 ദശലക്ഷമായിരുന്നു. എന്നാൽ നിരോധനം ഏർപ്പെടുത്തിയതിനു ശേഷം ഓഗസ്റ്റ് 8-ന് സന്ദർശനം 1.9 ദശലക്ഷമായിട്ടാണ് കുറഞ്ഞത്. ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അരഞ്ഞു തകർക്കുകയാണ്. അതേസമയത്ത് അനധികൃത കുടിയേറ്റക്കാരെ താമസിപ്പിച്ചിരിക്കുന്ന ഹോട്ടലിൽ ലൈംഗികാതിക്രമം നടത്തിയതിന് ഒരാൾക്കെതിരെ കേസെടുത്തു. കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ ആവേശം പകരുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എസക്സിലെ എപ്പിംഗിലുള്ള ദി ബെൽ ഹോട്ടലിൽ താമസിക്കുന്ന സിറിയൻ പൗരനായിട്ടുള്ള മുഹമ്മദ് ഷെർവാക്കിക്കെതിരെയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എപ്പിംഗിലെ ബെൽ ഹോട്ടലിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. അടുത്ത കാലത്ത് നിരവധി കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളാണ് മേൽപ്പറഞ്ഞ ഹോട്ടലിന്റെ മുൻപിൽ നടന്നത്. ജൂലൈ 25-നും ഓഗസ്റ്റ് 12-നും ഇടയിൽ കുറ്റകൃത്യങ്ങൾ നടന്നതായി ആരോപിക്കപ്പെടുന്നതായി എസെക്സ് പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച ഇയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വിട്ടു. കേസുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികളെ അന്വേഷിക്കുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബെൽ ഹോട്ടലിലെ ഒരു താമസക്കാരനെതിരെ ലൈംഗിക സ്വഭാവമുള്ള കുറ്റകൃത്യം ഉൾപ്പെടെ ഒന്നിലധികം ആക്രമണങ്ങൾക്ക് കേസെടുത്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളിൽ താൻ വളരെയധികം ആശങ്കാകുലനാണെന്ന് എപ്പിംഗ് ഫോറസ്റ്റിന്റെ കൺസർവേറ്റീവ് MP ആയിട്ടുള്ള ഡോക്ടർ നീൽ ഹെഡ്സൺ പറഞ്ഞു. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ലണ്ടനിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി പോരാടിയ VK കൃഷ്ണമേനോനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഫിലിം നാളെ 40 ഫിറ്റ്സ്റോയ് സ്ക്വയറിലുള്ള ഇന്ത്യൻ YMCA ജൂബിലി ഹാളിൽ വൈകിട്ട് 4 മണിക്ക് പ്രദർശിപ്പിക്കുന്നു. സംസ്ഥാന ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള ശരത് സംവിധാനം ചെയ്തിരിക്കുന്ന ഡോക്യുമെന്ററി ഉടൻ ലണ്ടനിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഫ്രീഡം ഫ്രണ്ട്സ് എന്ന ചിത്രത്തിന്റെ പ്രാരംഭമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബ്രിട്ടനിലെ മലയാളി കലാകാരന്മാരെ അണിനിരത്തി പൂർണ്ണമായി UK-യിൽ ഷൂട്ട് ചെയ്ത ഓപ്പറേഷൻ ജെസ്സി എന്ന ക്രൈം കോമഡി ത്രില്ലർ ഷോർട്ട് ഫിലിം പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. ഒരു വർഷത്തെ പരിശ്രമത്തിലൂടെ പൂർത്തിയാക്കിയ പ്രൊജക്ട് വ്യത്യസ്ത കഥയും ഹാസ്യവും സസ്പെൻസും കൊണ്ട് ശ്രദ്ധേയമാകുന്നുവെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. 3 ക്രിമിനലുകൾ ഒരു യുവതിയെ തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന സീനോടെ ആരംഭിക്കുന്ന കഥ പിന്നീട് എത്തിച്ചേർന്നത് ലണ്ടൻ അധോലോകത്തിലേക്കാണ്. ഇതിനിടെ വന്നു പോകുന്ന കഥാപാത്രങ്ങളും അവരുടെ കഥകളും കാണികളെ ചിരിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളി കലാകാരന്മാർക്കൊപ്പം ബ്രിട്ടീഷ് ആഫ്രിക്കൻ താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. രാജ്യവിഭജനം മൂലമുണ്ടായ വേദന നാം ഒരിക്കലും മറക്കരുത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ന് നമ്മൾ വിഭജന ഭീകരത ഓർമ്മദിനം ആചരിച്ച് വിഭജനത്തിന്റെ ഭയാനകമായ അക്രമങ്ങൾ അരങ്ങേറി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീടുകൾ വിട്ടുപോകുവാൻ നിർബന്ധിതരായെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. ഇന്ത്യ ജനാധിപത്യത്തിന്റെ ജനനിയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. എല്ലാവർക്കും തുല്യനീതിയും അവസരവും ഉറപ്പാക്കണം. ഇന്ത്യ ആത്മവിശ്വാസത്തോടെ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ്. വലിയൊരു വിഭാഗത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി പിന്നാക്ക സംസ്ഥാനങ്ങളായി നിന്ന പ്രദേശങ്ങൾ പുരോഗതിയുടെ പാതയിലാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒളിവിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ഇതുവരെയായിട്ടും റമീസിന്റെ വീട്ടുകാരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല. അവർ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇനി അത് കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും പോലീസ് അന്വേഷിക്കുക. ഇപ്പോൾ എത്ര ദിവസമായി പോലീസ് അന്വേഷണം എന്തായെന്നും അറിയില്ല. കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ സഹോദരൻ പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൂവാറ്റുപുഴ TTIയിലെ വിദ്യാർത്ഥിയായിട്ടുള്ള 23-കാരി ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ സുഹൃത്ത് ആലുവ പാനായിക്കുളം സ്വദേശി റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ തുടരന്വേഷണം സംബന്ധിച്ച് വീട്ടുകാർ അതൃപ്തരാണ്. എന്റെ സഹോദരി ചതിക്കപ്പെടുകയായിരുന്നില്ല. 23 വയസ്സല്ലേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവളെ പൂട്ടിയിട്ടു മർദ്ദിച്ചു മതം മാറാൻ നിർബന്ധിച്ചു. കല്യാണത്തിനും മതം മാറണമെങ്കിൽ അതിനും ഞാനും അമ്മയും സമ്മതിച്ചിരുന്നു. പക്ഷേ റമീസിന്റെ ലോഡ്ജിൽ നിന്ന് പിടിച്ചതോടെ മതം മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്ന് അവർ പറഞ്ഞത് എല്ലാത്തിനും സമ്മതിച്ചിരുന്ന ഞങ്ങളെ വിഷമിപ്പിക്കുവാനാണ്. അവൾ ഒന്നും അറിയിക്കാതിരുന്നുവെന്നും അവൾ ഒറ്റപ്പെട്ടു പോയെന്നും സഹോദരൻ വ്യക്തമാക്കി. കൊയിലാണ്ടി ചെമഞ്ചേരിയിൽ അകാലപ്പുഴയ്ക്ക് കുറുകെ നിർമ്മാണത്തിലിരുന്ന തേരായിക്കടവ് പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു. ബീം ചെരിഞ്ഞു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. കൊയിലാണ്ടി ബാലുശ്ശേരി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തോരായിക്കടവിൽ പുതുതായി നിർമ്മിക്കുന്ന പാലമാണിത്. പുഴയുടെ മധ്യത്തിലാണ് ബീം തകർന്നു വീണത്. പാലം തകർച്ചയിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് തേടി. പ്രൊജക്ട് ഡയറക്ടറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇനി കായിക വാർത്തകൾ. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിൽ വഴങ്ങിയ കൂറ്റൻ തോൽവിക്ക് പിന്നാലെ പാകിസ്ഥാൻ ടീമിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുൻ താരങ്ങൾ. ബാറ്റിംഗിന് അനുകൂലമായ ഹോം ഗ്രൗണ്ടിലെ പിച്ച് പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകാനാകില്ലെന്ന പരിഹാസവുമായി മുൻ താരം ഷുഹൈബ് അക്തർ
രൂക്ഷ വിമർശനം നടത്തി. ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്നാണ് പ്രാർത്ഥിക്കുന്നതെന്നും നാണക്കേട് ഒഴിവാക്കാൻ വേറെ വഴിയൊന്നുമില്ലെന്നും മുൻതാരം ബാസിത്ത് അലിയും പരിഹസിച്ചു. ലെജൻഡ് ലോക ക്രിക്കറ്റ് ടൂർണമെന്റിൽ സംഭവിച്ചതുപോലെ ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെതിരായ മത്സരം ബഹിഷ്കരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതിനും വലിയ തോൽവിയായിരിക്കും അവർ നമുക്ക് സമ്മാനിക്കുക. ഒരു യൂട്യൂബ് ചാനലിലെ പരിപാടിയിൽ ബാസിത്ത് അലി ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 118.69 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.